വെച്ച് സാക്ഷികളുടെ മുമ്പിൽ വെച്ച് ജാതീയമായ അധിക്ഷേപം നടത്തിയാൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് ഇപ്പോൾ വിധിച്ചിട്ടുള്ളത്. സ്വകാര്യ ഇടങ്ങളിൽ പട്ടികജാതി വിഭാഗത്തെ ജാതീയമായി ആക്രമിച്ചാൽ സാക്ഷിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന വിധിയാണ് ഇപ്പൊ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇടപെടണം എന്ന അഭിപ്രായമാണ് PKS മുന്നോട്ട് വെക്കുന്നത്. ഇത് അവിടെ മാത്രം ഒതുങ്ങുന്നില്ല. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പട്ടികജാതി സംവരണത്തിൽ നിന്ന് ക്രീമി ലെയറിനെ ഒഴിവാക്കണമെന്ന സുപ്രീം കോടതിയുടെ നിഗമനം. അതോടൊപ്പം തന്നെ പട്ടികജാതി സംവരണത്തിൽ പ്രശ്നത്തിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണാനാവില്ല. പൊതുസമൂഹത്തിന്റെ കൂടി പിന്തുണ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ കേരളത്തിലെ ദളിത് സംഘടനകൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ ഒറ്റപ്പെട്ട കള്ളികളിൽ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും PKSന്റെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിരോധ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ശ്രീ വണ്ടിത്തടം മധു, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ ശ്രീ പൊന്നക്കുട്ടൻ, വേദിയിലിരിക്കുന്ന PKSന്റെ സമുന്നതരായ നേതാക്കളെ, ഈ പ്രതിരോധ സംഗമത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയിട്ടുള്ള സമരസഖാക്കളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. സമരമാണ്. ആക്രമണം ഉണ്ടാകുമ്പോഴാണ് പ്രതിരോധം വേണ്ടി വരുന്നത്. ആക്രമണം നിരന്തരമായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് PKS പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രതിരോധ സമരമാണ്. ഇത് കേരളത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും, വിദ്യാലയങ്ങളിൽ മാത്രമല്ല എല്ലാ ഗ്രാമങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കേണ്ടതായി വരും. ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇന്നലെ വന്ന സുപ്രീം കോടതിയുടെ വിധി. ഇന്നത്തെ ഇംഗ്ലീഷ് പത്രങ്ങളും മലയാളത്തിലുമൊക്കെ അത് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പോളിറ്റ് ബ്യൂറോ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അടിയന്തരമായി ആ ഭേദഗതി, സുപ്രീം കോടതി വിധി ഭേദഗതി ചെയ്യണമെന്നും അതിലേക്കായി കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണം എന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൊതു ഇടങ്ങളിൽ വച്ച് പീഡിപ്പിക്കുകയോ അവഹേളിക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ കേസെടുക്കാൻ നിവൃത്തിയുള്ളൂ എന്നാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും പീഡിപ്പിക്കാനോ അവഹേളിക്കാനോ ഉദ്ദേശമുണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് ചെയ്തോളണം എന്നല്ലേ എൻ്റെ അർത്ഥം. പരസ്യമായിട്ട് ചെയ്താലേ കേസാവുള്ളെങ്കിൽ നമ്മൾ രഹസ്യമായിട്ട് ചെയ്യണം. അഞ്ചരക്കണ്ടി കോളേജിൽ സംഗതി നടന്നത് രഹസ്യമാണ്. അവിടെ പ്രിൻസിപ്പൽ ഒരു അധ്യാപകനെ മാത്രമേ നിതിൻ രാജനെ റൂമിലേക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് രഹസ്യമാണ്. പ്രിൻസിപ്പലും അധ്യാപകനും എന്താ പറയുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ആ കേസ് തോറ്റുപോകും. ഈ സുപ്രീം കോടതി വിധിയുടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനോ അവർക്കെതിരെ ചാർജ് നൽകാനോ ഒന്നും നമ്മുടെ സംസ്ഥാനത്തെ പോലീസിന് സാധിച്ചിട്ടില്ല. അതിന് പകരം കേസ് വഴിതെറ്റ് മറ്റു വല്ലൊക്കെ പോയി അത് ആപ്പടിക്കാൻ പോയി. ആപ്പടിച്ചപ്പോൾ തിരിച്ചൊന്ന് ഊരിയപ്പോൾ അവന്മാരെ ആപ്പ് ഊരിക്കൊണ്ടുപോയി വേണമെന്നില്ല. അങ്ങനെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശക്തമായൊരു ചെറുത്തുനിൽപ്പുണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കോടതിയിൽ നിന്ന് വരുന്ന വിധികൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും അവശ ജനവിഭാഗമായ ദളിതരെ ഉന്മൂലനം ചെയ്യുന്നൊരു നിലത്തിലേക്ക് ഇത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്ന കാര്യം. ഇവിടെ ഇപ്പോൾ അഞ്ചരക്കണ്ടി കോളേജ് ഒരു അൺഎയ്ഡഡ് കോളേജാണ്. അൺഎയ്ഡഡ് കോളേജുകളുടെ എണ്ണമാണ് കേരളത്തിൽ കൂടുതൽ. നേരത്തെ ഗവൺമെൻറ് കോളേജുകളും എയ്ഡഡ് കോളേജുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ. 1992 ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉദാരവർഗ നയം നടപ്പിലാക്കുന്ന നരസിംഹറാവു പ്രധാനമന്ത്രിയും ശ്രീ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയുമായിരുന്ന കാലത്ത് ആരംഭിച്ച ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലുടനീളം കേരളത്തിൽ, ഇന്ത്യയിൽ വേറെ സ്ഥലത്തുണ്ടായിരുന്നു, കേരളത്തിൽ ഇത്തരത്തിലുള്ള അൺഎയ്ഡഡ് കോളേജുകൾ ആരംഭിക്കുന്നത്. ആ അൺഎയ്ഡഡ് കോളേജുകൾ ഇന്നിപ്പോൾ വളർന്ന് സർക്കാരിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന അവസ്ഥ വന്നപ്പോഴാണ് സർക്കാർ ഇടപെടുകയും എൻട്രൻസ് പരീക്ഷാ കമ്മീഷൻ തയ്യാറാക്കുന്ന പട്ടികയിൽ നിന്നും വിദ്യാർത്ഥികളെ
പ്രവേശിപ്പിക്കണമെന്നും അത് 50% സീറ്റ് അവർക്കായിട്ട് മാറ്റിവെക്കണമെന്നും നിർദ്ദേശം കൊണ്ടുവന്നു. അവരുടെ ഫീസ് നിശ്ചയിക്കാനായിട്ട് 2006-11 കാലത്ത് സഖാവ് VS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി ഒരു ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിയെ നിയോഗിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അൺഎയ്ഡഡ് കോളേജുകളിലെ മെറിറ്റ് സീറ്റിൽ നിയമിക്കപ്പെട്ടത് അതിൽ പട്ടികജാതി പട്ടികയും സർക്കാരിൻ്റെ സഹായത്തോടുകൂടി അഥവാ സർക്കാരിൻ്റെ ചെലവിൽ പഠിക്കുന്ന യവനെയൊക്കെ ഇങ്ങനെ പഠിക്കാൻ അനുവദിക്കണമോ വേണ്ടായോ എന്നുള്ളൊരു മനോഭാവം, ഒരു മനോരോഗമായി മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരുടെ മനസ്സിലേക്ക് കടന്നുകൂടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം